ഞാൻ ഏലിയനുകളെ കണ്ടിട്ടുണ്ട്, അവരോട് ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഏലിയനുകൾ ഭൂമിയിൽ മനുഷ്യർക്ക് ചുറ്റും തന്നെയുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് ഇത്തരം രഹസ്യങ്ങളെല്ലാം തന്നെ മറച്ചു വെക്കുകയാണ്. ഇത്തരം വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് അമേരിക്കയിൽ അസിസ്റ്റന്റ് അറ്റോർണി ജനറലായിട്ട് പ്രവർത്തിച്ചിരുന്ന ടെറി ലൗലാൻസ് എന്ന വ്യക്തിയാണ്. ആരെയും അതിശയപ്പെടുത്തുന്ന ടെറിയുടെ വെളിപ്പെടുത്തലുകളിലേക്ക് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. അന്യഗ്രഹ ജീവികൾ അഥവാ ഏലിയനുകൾ നമ്മുടെ ഈ ഒരു ഭൂമിയിലല്ലാതെ പ്രപഞ്ചത്തിൻ്റെ മറ്റേതെങ്കിലും കോണിൽ ജീവനുണ്ടോ, ഏലിയനുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അതിന് യാതൊരു വിധത്തിലുള്ള ഉത്തരങ്ങളുമില്ല. ഭൂമി പോലെ വാസയോഗ്യമായിട്ടുള്ള ഒരു ഗ്രഹം പ്രപഞ്ചത്തിൻ്റെ മറ്റേതെങ്കിലുമൊക്കെ കോണുകളുണ്ട് എങ്കിൽ അവയിലൊക്കെ തന്നെയും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനും സാധിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ തന്നെയാണ് ടെറി ലൗലാൻസിനെ പോലെയുള്ള ആളുകളുടെ വെളിപ്പെടുത്തലുകൾ നമ്മളേവരെയും ഒരുപോലെ തന്നെ അതിശയപ്പെടുത്തുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ചില തെളിവുകൾ കൂടെ നിരത്തുകയും ചെയ്യുന്നുണ്ട്. 2012 അമേരിക്കയിലെ അസിസ്റ്റന്റ് അറ്റോർണി ജനറലായിട്ട് വിരമിച്ചൊരു വ്യക്തിയാണ് ടെറി ലൗലാൻസ്. അദ്ദേഹം ഒരു സൈക്കോളജിയിൽ ബിരുദമൊക്കെ ഉള്ള വ്യക്തിയാണ്. ഒരുപാടധികം വർഷക്കാലം ലോയറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. US ആർമിയിൽ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇത്തരത്തിൽ വ്യത്യസ്ത മേഖലകളിലൊക്കെ തന്നെയും തൻ്റെ കഴിവുകൾ തെളിയിച്ച് ഏറ്റവും ഒടുവിൽ റിട്ടയർ ആയിട്ടുള്ള ടെറി അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിൽ ശക്തമായിട്ടുള്ള വേദന വന്നതോട് കൂടിയിട്ട് ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കാലിൻ്റെ ഒരു എക്സ്റേ അദ്ദേഹം എടുക്കുന്നുണ്ട്. ഇത്രയും കാലം കാലിൻ്റെ ഈ ഒരു ഭാഗത്തെ എക്സ്റേ ഒന്നും അദ്ദേഹം അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഒരു എക്സ്റേ അദ്ദേഹം എടുക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തെ പോലും അതിശയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ആ ഒരു എക്സ്റേ റിപ്പോർട്ടിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലിനുള്ളിലായിട്ട് 2 മെറ്റൽ ഒബ്ജക്റ്റുകൾ ഉള്ളതായിട്ടാണ് ആ എക്സ്റേയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം ഒരു ചെറിയൊരു സ്ക്വയർ, അതിനോട് കണക്റ്റ് ആയിട്ടുള്ള കുറച്ച് വയറുകളുണ്ട്. രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു ഫ്ലവർ പെറ്റലുകൾ പോലെ തന്നെ പരസ്പരം ബന്ധമില്ലാത്ത നിലയിൽ ചുറ്റും ഇങ്ങനെ കിടക്കുന്ന നിലയിലൊക്കെ തന്നെയാണ് രണ്ടാമത്തെ ഒരു മെറ്റൽ ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നത്. ഈ ഒരു എക്സ്റേ റിപ്പോർട്ട് കണ്ട അവസരത്തിൽ ഡോക്ടേഴ്സ് ആദ്യം തന്നെ അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യം, എന്താണിത്, എങ്ങനെയാണ് ഇത് നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് എത്തിയിട്ടുള്ളത്, മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസ് വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞ കാര്യമാണ്. അതിന് മറുപടി ആയിട്ട് ടെറിക്ക് പറയാനുണ്ടായിരുന്നത് താൻ ആർമിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിന്നൊന്നും യാതൊരു വിധത്തിലുള്ള പരിക്കുകളും തനിക്ക് ഏറ്റിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയും ഇന്നേ വരെ കാലിൽ ഇത്തരത്തിലൊരു ഓപ്പറേഷനോ മറ്റോ നടത്തേണ്ട യാതൊരു ആവശ്യകതയും തനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയും എന്താണ് തൻ്റെ കാലിനകത്തുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് തനിക്ക് യാതൊരു ഐഡിയയും ഇല്ല എന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് ഈ ഒരു ഭാഗമൊക്കെ വിശദമായിട്ട് പരിശോധിച്ച് നോക്കുന്നുണ്ട്. ഒരു ഓപ്പറേഷനും മറ്റൊക്കെ നടത്തിയതിൻ്റെ യാതൊരു വിധത്തിലുള്ള സർജറി നടത്തിയതിൻ്റെ യാതൊരു വിധത്തിലുള്ള പാടുകളോ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ കാലിൽ അവർക്ക് കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എങ്ങാനും വല്ല സർജറി നടത്തുകയാണെങ്കിൽ ഘടിപ്പിക്കുന്ന നിലയിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ ഒന്നും തന്നെയല്ല ഈ ഒരു എക്സ്റേയിൽ അദ്ദേഹത്തിൻ്റെ കാലിന് ഉൾഭാഗത്തായിട്ടുള്ളതായിട്ട് കാണാനും സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെ തന്നെ ആയാലും ടെറി ലൗലാൻസും അതുപോലെ തന്നെ ഡോക്ടേഴ്സും ഒരുപോലെ തന്നെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഏറ്റവും ഒടുവിൽ ഇത് എടുത്ത് കളയാന്നുള്ള ചില തീരുമാനങ്ങളിലേക്കൊക്കെ തന്നെയും എത്തുകയും അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നെയും ചില ആളുകളോടൊക്കെ ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാടധികം വർഷങ്ങളായിട്ട് അത് തൻ്റെ ശരീരത്തിനുള്ളിൽ ഉള്ളത് പോലെയാണെന്നും പെട്ടെന്ന് ചിലപ്പോൾ അത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് കൂടെ ടെറി കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പിന്നെയും കാര്യമായ നിലയിൽ തന്നെ എന്താണ് ഈ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഡിവൈസ്, എങ്ങനെയാണ് അത് തൻ്റെ കാലിനകത്ത് തൻ്റെ ശരീരത്തിനകത്ത് വന്നിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് കാര്യമായ നിലയിൽ തന്നെ ചിന്തിക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് 1977 നടന്ന ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. അന്ന് ആകാശത്തിൽ നിന്നും ഇറങ്ങി വന്ന ആളുകളാണോ തൻ്റെ ശരീരത്തിനകത്ത് ഈ ഒരു ഡിവൈസ് വെച്ചത് അല്ലെങ്കിൽ ഈ ഒരു മെറ്റൽ ഒബ്ജക്റ്റുകൾ വെച്ച് എന്നൊരു സംശയത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ്. അന്ന് ഹയർ ഓഫീഷ്യൽസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും തൻ്റെ ജോലി പോകും, തൻ്റെ ജീവന് പോലും അപകടമാണ് എന്നൊരു കാരണം കൊണ്ടൊക്കെ തന്നെയും അദ്ദേഹം ഇത്തരം രഹസ്യങ്ങളൊന്നും തന്നെ പുറത്തു വിട്ടിരുന്നില്ല, മറ്റാരോടും കൂടുതലായിട്ട് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഏറെക്കുറെ 10-70 വയസ്സായി, ഇനിയിപ്പോൾ അത് മൂടി വെച്ചിട്ട് കാര്യമില്ല എന്നതിനടിസ്ഥാനത്തിൽ അദ്ദേഹം അന്ന് സംഭവിച്ച ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും വിശദമായിട്ട് എഴുതിയിട്ട് ഒരു പുസ്തകം തന്നെ പുറത്തിറക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ഇൻസിഡന്റ് അറ്റ് ഡെവിൽസ് ഡെൻ എ ട്രൂ സ്റ്റോറി എന്നാണ്. മാത്രമല്ല ആ പുസ്തകത്തിൻ്റെ കവർ പേജ് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. കമ്പല്ലിംഗ് പ്രൂഫ് ഓഫ് ഏലിയൻ വിസിറ്റേഷൻ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻവോൾവ്മെൻറ്റ് ആൻഡ്
ആൻ ഏലിയൻ ഇംപ്ലാന്റ് ഡിസ്കവേർഡ് ഓൺ എ റുട്ടീൻ എക്സ്റേ. ഇത്രയും കാര്യങ്ങൾ കൂടെ അദ്ദേഹം അതിൻ്റെ കവർ പേജിലായിട്ട് എഴുതി വെച്ചിട്ടുള്ളതായിട്ട് കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിശദമായ നിലയിൽ തന്നെ എന്താണെന്ന് സംഭവിച്ചെന്ന കാര്യത്തെക്കുറിച്ച് പറയാം. 1973 മുതൽ 1979 കാലഘട്ടം വരെ അമേരിക്കൻ ആർമിയിൽ US ആർമിയിൽ ടെറി ലൗലൻസ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നു, ഒരു ഉറ്റ മിത്രം കൂടെ ഉണ്ടായിരുന്നു. ടോബിയാസ് എന്ന പേരുള്ള ടോബി എന്ന് വിളിക്കുന്ന ആ വ്യക്തിയും ടെറിയും കൂടെ ഒരിക്കൽ 1977 ഡെവിൽസ് ഡെൻ സ്റ്റേറ്റ് പാർക്കിൽ ഒരു ക്യാമ്പിങ്ങിന് പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. വ്യത്യസ്ത കാട്ടിലുള്ള മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോകൾ എടുക്കുക, ഈഗിളുകളുടെ ഫോട്ടോകൾ എടുക്കുക എന്ന് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെയായിരുന്നു ഇവരുടെ ഈ ഒരു ക്യാമ്പിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അങ്ങനെ ഇവർ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. സാധാരണഗതിയിൽ ആളുകൾ ക്യാമ്പ് ചെയ്യുന്ന പ്രദേശത്ത് നിന്ന് കുറച്ചുകൂടെ ഉൾഭാഗത്തേക്ക്, ഉൾക്കാട്ടിലേക്ക് ഇവർ പതിയെ നീങ്ങുന്നുണ്ട്. കുറച്ച് ഉയരമുള്ളൊരു മേഖലയിലേക്ക് ഇവർ എത്തിച്ചേരുന്നുണ്ട്. അതായത് ഈഗിൾസിനെയൊക്കെ കൂടുതലായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന, ഫോട്ടോകൾ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലത്ത് ഇവർ കയറി എത്തിച്ചേരുന്ന അവസരത്തിൽ അവരവിടെ ക്യാമ്പ് ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ടെൻറ്റും കാര്യങ്ങളൊക്കെ അവർ സജ്ജീകരിക്കുന്നുണ്ട്. ക്യാമ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ ചെയ്യുന്നുണ്ട്. കുറച്ചധികം സമയം കടന്നു പോവുകയാണ്. പെട്ടെന്ന് വെച്ചുകൊണ്ട് കാട്ടിലുള്ള എല്ലാ വിധത്തിലുള്ള ജീവജാലങ്ങളുടെയും ശബ്ദങ്ങൾ നിശബ്ദമായതുപോലെ അവർക്ക് അനുഭവപ്പെടുകയാണ്. ചുറ്റും ശ്രദ്ധിക്കുമ്പോൾ അത്രയും നേരം ഉണ്ടായിരുന്ന യാതൊരു വിധത്തിലുള്ള ശബ്ദങ്ങളും പിന്നീട് അവർക്ക് രണ്ടുപേർക്കും കേൾക്കാൻ സാധിക്കാതെ പോവുകയാണ്. മാത്രമല്ല, ഈ ഒരു അവസരത്തിലാണ് അവർ പതിയെ ആകാശത്തിലേക്ക് നോക്കുന്നത്. ഈ ഒരു അവസരത്തിൽ വളരെ പ്രകാശത്തോടു കൂടിയിട്ടുള്ള 3 ഡോട്ടുകൾ തങ്ങൾക്ക് നേർക്ക് പതിയെ പതിയെ ആകാശത്തിലൂടെ നീങ്ങി വരുന്നൊരു കാഴ്ച കൂടെ അവർക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. സൂക്ഷ്മമായിട്ട് അത് നോക്കിയ അവസരത്തിൽ അത് പറക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്, എന്തോ ഒരു വസ്തുവാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി. പതിയെ പതിയെ ആ പറക്കുന്ന വലിയൊരു നിർമ്മിതി, വലിയ സ്ട്രക്ചർ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. അതിനേറെക്കുറെ 5 നില കെട്ടിടത്തിൻ്റെ അത്ര ഉയരം ഉണ്ടായിരുന്നു. തങ്ങൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത്, എന്താണ് എന്ന കാര്യത്തെക്കുറിച്ചൊന്നും യാതൊരുവിധ എത്തും പിടിയും ഇല്ലാതെ ടോബിയാസും ടെറിയും ഒരുപോലെ പകച്ചു നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ആ വലിയ സ്ട്രക്ചറിൽ നിന്നും ഒരു ശക്തമായിട്ടുള്ള പ്രകാശം ഇവരുടെ രണ്ടുപേരുടെയും ശരീരത്തിലേക്ക് വന്നു പതിക്കുകയാണ്. സമയം ഒരുപാട് കടന്നു പോകുന്നു. പിന്നീട് ടെറി കണ്ണ് തുറന്നു നോക്കുമ്പോൾ തങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ആ ഒരു ടെന്റിനകത്തായിരുന്നു അയാൾ. പക്ഷേ ശരീരത്തിലൊക്കെ തന്നെയും വ്യത്യസ്ത പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? നമ്മളൊരു സ്വപ്നം കണ്ടതാണോ? എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ ആശങ്കയോടുകൂടെ തന്നെ ടെറി ടോബിയാസിനോട് ചോദിക്കുമ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുന്നത്, നിനക്കൊന്നും ഓർമ്മയില്ലേ? നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും നീ മറന്നോ? ഇപ്പോഴല്ലേ അവർ നമ്മളെ താഴെ ഇറക്കി തന്നത് എന്നൊരു കാര്യമായിരുന്നു. 2 ദിവസത്തെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇരുവരും അങ്ങോട്ടേക്ക് എത്തിയിരുന്നതെങ്കിൽ കൂടെയും ആ ഒരു അവസരത്തിൽ തന്നെ എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് അവർ തിരിച്ചു പോയിടുന്നുണ്ട്. അവർ നേരെ പോകുന്നത് മിലിറ്ററി ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ നിന്നും പ്രാഥമികമായിട്ടുള്ള ചികിത്സകളൊക്കെ തന്നെയും അവർ കൈക്കൊള്ളുന്നുണ്ട്. മാത്രമല്ല, അവിടുത്തെ അധികൃതരോട് തങ്ങൾ നേരിട്ട വിചിത്രമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും അവർ പറഞ്ഞു നൽകുകയും ചെയ്യുന്നുണ്ട്. ടെറിക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ യാതൊരുവിധ ഓർമ്മകളും ഉണ്ടായിരുന്നില്ല. എന്നാൽ ടോബിയാസിന് എല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അയാൾ അതൊക്കെ തന്നെയും ആ ഡോക്ടേഴ്സിനോട്, അവിടെ ഉണ്ടായിരുന്ന അധികൃതരോട് വിശദീകരിച്ച് നൽകുന്നുണ്ട്. ആ ത്രികോണാകൃതിയിലുള്ള ആ വലിയ പറക്കും തളിക തങ്ങളുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നു. അതിൽ നിന്നും ശക്തമായിട്ടുള്ള ഒരു പ്രകാശം തങ്ങളുടെ മേൽ പതിക്കുന്നു. അതിനുശേഷം ആ പറക്കും തളികയിൽ നിന്ന് ചില ആളുകളൊക്കെ തന്നെയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവരുടെ ഉയരം ഏറെക്കുറെ 4.5 അടിയോളം വരും. എന്നാൽ സൂക്ഷ്മമായിട്ട് നോക്കുന്ന അവസരത്തിൽ അവരൊന്നും മനുഷ്യരല്ല എന്ന കാര്യത്തെക്കുറിച്ച് കൂടെ മനസ്സിലാക്കാൻ ടോബിയാസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അവർ പതിയെ താഴേക്ക് വരുന്നുണ്ട്. അതിനുശേഷം ടോബിയാസിൻ്റെയും ടെറിയുടെയും അടുത്തേക്ക് അവർ നീങ്ങുന്നുണ്ട്. ഈ ഒരു അവസരങ്ങളിൽ നിലത്ത് ചവിട്ടിയിട്ടല്ല അവർ നടക്കുന്നത്, പകരം ഒരു ഒഴുകുന്ന രീതിയിലാണ് ഇവരൊക്കെ തന്നെയും സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും വേണമെങ്കിൽ വിശദീകരിക്കാം. എന്തൊക്കെ തന്നെയായാലും ടോബിയാസിനെയും ടെറിയെയും ആ പറക്കും തളികയിലേക്ക് അതിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന ആളുകൾ നേരെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ടോബിയാസിന് ഓർമ്മ വരുമ്പോൾ അയാൾ ഒരു പരീക്ഷണശാലയിലായിരുന്നു, ഒരു ലാബിനകത്തായിരുന്നു. വ്യത്യസ്ത തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ തന്നെയും ആ ഒരു പേടകത്തിനകത്തുണ്ടായിരുന്ന വിരൂപികളായിട്ടുള്ള, വിചിത്ര രൂപികളായിട്ടുള്ള, അന്യഗ്രഹ ജീവികളായിട്ടുള്ള അല്ലെങ്കിൽ ഏലിയനുകളായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ഇവരുടെ 2 പേരുടെയും ശരീരത്തിൽ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ഒരു അവസരത്തിൽ ടോബിയാസിന് വലിയ തോതിൽ തന്നെ ഭയം വരുന്നുണ്ട്. അയാൾ ഉറക്കെ കരയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിലുള്ള ഒരു ഏലിയൻ
ഏലിയൻ ഈ ഒരു അവസരത്തിൽ ടോബിയാസിൻ്റെ നേർക്ക് കടന്നു വരികയും ടോബിയാസിൻ്റെ കണ്ണിൽ കുറച്ചു നേരം നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ആ ഏലിയൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ടോബിയാസിന് വായിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്താണ് ചിന്തിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നൊരു കാര്യമായിരുന്നു ആ ഏലിയൻ്റെ കണ്ണിൽ നോക്കിയ അവസരത്തിൽ ടോബിയാസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഒരു കാര്യം സംഭവിച്ചതോട് കൂടിയിട്ട് തന്നെ ടോബിയാസിൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ ഭയം ഇല്ലാണ്ടാവുകയാണ്. അയാൾ പൂർണ്ണമായിട്ടും റിലാക്സ് ആവുകയാണ്. കുറച്ചധികം സമയം പിന്നെയും കടന്നു പോകുന്നുണ്ട്. ഏറ്റവും അവസാനം ടോബിയാസിനെയും ടെറിയെയും എവിടെ നിന്നാണോ ഈ ഒരു പേടകത്തിനകത്തേക്ക് അവരെ കയറ്റിയത് അതേ ഒരു സ്ഥലത്ത് തന്നെ ഈ അന്യഗ്രഹ ജീവികൾ ഇറക്കി വിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചതിനെക്കുറിച്ച് ടെറിക്ക് യാതൊരു വിധത്തിലുള്ള ഓർമ്മകളും ഉണ്ടായിരുന്നില്ല. അതിന് വ്യക്തമായൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. ടോബിയാസ് പറയുന്നത് ഇവരെ രണ്ടുപേരെയും തിരിച്ചിറക്കുന്ന അവസരത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഫ്ലാഷ് അടിച്ചിട്ട് ഇവരുടെ മെമ്മറി ഇറേസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയിട്ടാണ് ടെറിയുടെ എല്ലാ വിധത്തിലുള്ള ഈ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ നഷ്ടമായിട്ടുള്ളത്. എന്നാൽ ടോബിയാസിൻ്റെ ഓർമ്മകൾ ഇതുകൊണ്ട് നഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ടോബിയാസിന് കൃത്യമായ നിലയിൽ തന്നെ ഓർത്തെടുത്ത് പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇവർ രണ്ടുപേരിൽ നിന്നും ഇത്തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും കേട്ടറിഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിലെ ഉദ്യോഗസ്ഥർ, ഹയർ ഒഫീഷ്യൽസിനൊക്കെ തന്നെയും വിവരം അറിയിക്കുന്നുണ്ട്. ചില ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഇവരെ രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്നുണ്ട്. മാത്രമല്ല ഇവർ ഈ വിചിത്ര രൂപത്തെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടാകാം എന്ന് കരുതിയിട്ട്, ഈ ഒരു പറക്കും തളികയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടാകാം എന്ന് കരുതിയിട്ട് അതിൻ്റെ ഫിലിമൊക്കെ നിരന്തരമായിട്ട് ഇവരോട് രണ്ടുപേരോടും ഹയർ ഒഫീഷ്യൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ കാറിലും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ തന്നെയും ചില സെർച്ചുകളൊക്കെ തന്നെയും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒഫീഷ്യൽസ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതിനോട് കൂടെ ചേർത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഒരു കാരണവശാലും ഈ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പുറത്ത് പറയരുത്, അത് നിങ്ങളുടെ ജീവന് പോലും അപകടമായിട്ട് മാറുന്നതായിരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഇത്തരം ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ഒരിക്കലും ആരോടും പറയേണ്ട എന്നൊരു കാര്യത്തെക്കുറിച്ച് ടെറിയും അതുപോലെ തന്നെ ടോബിയാസും ഒരുപോലെ തന്നെ അവിടെ നിന്ന് തീരുമാനമെടുക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ടെറിയെയും അതുപോലെ തന്നെ ടോബിയാസിനെയും രണ്ട് സ്ഥലങ്ങളിലേക്കായിട്ട് സ്ഥലം മാറ്റുകയാണ്, ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ടെറി എത്തിച്ചേരുന്നത് യൂറോപ്യൻ റീജിയനിലേക്കായിരുന്നുവെങ്കിൽ ടോബിയാസ് എത്തിയിട്ടുണ്ടായിരുന്നത് ജപ്പാനിലേക്കായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയും ഇരുവരുടെയും ഇടയിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ തന്നെയും പതിയെ പതിയെ കുറഞ്ഞു തുടങ്ങുകയാണ്. എന്തൊക്കെ തന്നെയായാലും ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെയും ഒരുപാട് വർഷങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആർമിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ടെറി ലവ്ലാൻസ് പിന്നീട് ലോയറായിട്ട് മാറുന്നുണ്ട്. ഒരുപാട് വർഷക്കാലം, ദീർഘകാലം അദ്ദേഹം ലോയറായിട്ട് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഈ ഒരു അവസാന കാലഘട്ടം എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും അയാൾ വീണ്ടും ചിന്തിച്ചെടുക്കുന്നത്. മാത്രമല്ല അന്ന് നടന്നിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകളൊക്കെ തന്നെയും ചില സമയങ്ങളിൽ അയാളുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ അയാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ സ്വപ്നത്തിലേക്ക് ഒരു വൈറ്റ് ലേഡി കടന്നു വരികയും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ടെറിയോട് നിരന്തരമായിട്ട് ചോദിച്ചവർ മനസ്സിലാക്കുകയും ചെയ്യുമായിരുന്നു. ഇത്തരമൊരു സ്വപ്നം നിരന്തരമായിട്ട് ടെറി കണ്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിലുള്ള പല വിചിത്രമായ സംഭവങ്ങൾക്കും ശേഷം വർഷങ്ങൾക്കിപ്പുറം ടെറി ലവ്ലാൻസ് തൻ്റെ ഉറ്റമിത്രമായിട്ടുള്ള ടോബിയാസിനെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പണ്ട് ജപ്പാനിലേക്ക് പോയതിനു ശേഷം അവിടെ വെച്ച് നടന്നിട്ടുള്ള ഒരു അപകടത്തിൽ ടോബിയാസ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്ന് പറയുന്ന കാര്യമാണ്. പണ്ട് 1977 സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതിൽ തന്നെ ടോബിയാസ് പറഞ്ഞു നൽകിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൂഫായിട്ട് എക്സ്റേയും എല്ലാം കൂടെ വെച്ചിട്ടാണ് ടെറി ലവ്ലാൻസ് ഇൻസിഡന്റ് അറ്റ് ഡെവിൽസ് ഡെൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം പുറത്തിറക്കുന്നത്. അദ്ദേഹം എഴുതിയത് ഇത് കൂടുതലായിട്ടൊന്നും വിറ്റുപോകില്ല എന്നായിരുന്നു. എന്നാൽ പിന്നീട് വലിയ ജനസ്വീകാര്യത ഈ ഒരു പുസ്തകത്തിന് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല ആളുകളും ഇത്തരത്തിൽ വിചിത്ര രൂപത്തിലുള്ള പറക്കും തളികയെ, ത്രികോണ രൂപത്തിലുള്ള പറക്കും തളികയൊക്കെ തന്നെയും കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നിരന്തരമായിട്ട് ഇമെയിലുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഈ വിഷയങ്ങൾ വലിയ തോതിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് എന്നത് കണ്ടതോട് കൂടിയിട്ട് ഒഫീഷ്യൽസ് ഒക്കെ തന്നെയും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്റേയും മറ്റുമൊക്കെ ചോദിച്ച് അവർ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു അവസരത്തിൽ ടെറി ലവ്ലാൻസ് പറഞ്ഞൊരു കാര്യം, ഈ പുസ്തകമൊക്കെ എഴുതിയതിനു ശേഷം താൻ ഒന്നുകൂടെ എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മെറ്റൽ ഒബ്ജക്റ്റുകളൊന്നും തന്നെ കാണാനില്ല, ആ എക്സ്റേയിലൊന്നും തന്നെ ഇല്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ തന്നെയും അദ്ദേഹം തെളിവുകൾ കൂടെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുൻപേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന എക്സ്റേയും ശേഷം എടുത്തിട്ടുണ്ടായിരുന്ന എക്സ്റേയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോട് വൈൻഡപ്പ് ആണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം
നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഈ ടെറി ലവ്ലാൻസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും സത്യമായിരിക്കുമോ? അതോ എല്ലാം പബ്ലിസിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് അയാൾ തന്നെ പടച്ചുണ്ടാക്കിയ ചില കഥകൾ മാത്രമായിരിക്കുമോ, ചില കെട്ടുകഥകൾ മാത്രമായിരിക്കുമോ? അതോ എല്ലാം അറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ് തന്നെ, വ്യത്യസ്ത ഗവൺമെൻറ്റുകളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് ഏലിയനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാൻ വലിയ തോതിൽ തന്നെ ആകാംക്ഷയുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിരന്തരമായിട്ട് നമ്മൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതൊക്കെ തന്നെയും വീഡിയോകളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.